നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് പൂയം, അനിഴം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങളുടെ 2026 നിങ്ങൾക്ക് ഗുണങ്ങളും ഗുണദോഷങ്ങളും എന്തൊക്കെയാണ്, അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യവർഷം എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് പൂയം നക്ഷത്രത്തെ പറ്റി പറയാം. പൂയ നക്ഷത്രത്തിന് ഈ വർഷം നല്ല ഗുണപ്രദമായ വർഷം തന്നെയാണ്. ആത്മവിശ്വാസം ഉണ്ടാകും, തൊഴിലിൽ ഉന്നതി, പുരോഗതി. പിന്നെ നിങ്ങൾക്കും ഈ പ്രാവശ്യം നല്ലതാണ്. കഴിഞ്ഞ വർഷത്തെ അരക്ഷിതാവസ്ഥയും മനപ്രയാസങ്ങളും ഒന്നും ഈ വർഷം നിങ്ങളെ പിന്തുടരുന്നില്ല. നിങ്ങൾക്ക് നല്ല വർഷം തന്നെയാണ് ഈ വർഷം. അപ്പം നിങ്ങൾക്ക് തൊഴിലിൽ അലസതയൊക്കെ മാറും. നേരത്തെ ഒരു അലസത കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, അലസതയൊക്കെ മാറി ഒരു ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് മുടങ്ങിപ്പോയ ചിട്ടികൾ, അല്ലെ LIC അങ്ങനത്തെ ഓരോ നിക്ഷേപങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് പുനർക്രമീകരിക്കാൻ സാധിക്കും. അതിനുള്ള അനുകൂലമായുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ജോലിയിലെ ഉയർന്ന നിലവാരം ഉണ്ടാകും. നിങ്ങൾക്ക് പ്രമോഷന് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ജോലിക്ക് മാറ്റം, ചിലപ്പം ഇപ്പം ഇരുന്ന സ്ഥലത്തുനിന്ന് ഒരു ജോലിക്ക് സ്ഥാനം മാറ്റം വരാം, സ്ഥലം മാറ്റം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതേപോലെ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ നല്ല വർഷം തന്നെയാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിലും നല്ല വർഷം തന്നെയാണ്. സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാകും. മക്കളുമായിട്ടുള്ള ബന്ധത്തിലും ഊഷ്മളത ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെയും ഉണ്ടായെന്നിരിക്കാം. കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് പൊതുവെ ഒരു ചീത്ത സമയമായിരുന്നു. പക്ഷേ ഈ വർഷം അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ചതിൽ നിങ്ങൾക്ക് ഉപരി വിജയങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാവും. മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ നല്ലൊരു ശ്രദ്ധ വേണം. ആരോഗ്യപരമായിട്ട് ചിലപ്പം ഒരു ചെറിയ ഓരോ വീഴ്ചകൾ, അല്ലെങ്കിൽ ഓരോ വേദനകൾ, വാദസംബന്ധമായിട്ടൊക്കെയുള്ള വേദനകൾ, അസ്വസ്ഥതകളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ട്, ഗ്യാസ് സംബന്ധമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകും. ചെറിയ കാര്യങ്ങൾ, വലിയ രോഗമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ നിങ്ങൾക്ക് വേണം. പിന്നെ അതേപോലെ പണത്തിൻ്റെ ഇടപാടിലൊക്കെ ഒരു ശ്രദ്ധ വേണം. കൊടുക്ക വാങ്ങലിൽ, അല്ലെങ്കിൽ സമ്പത്തത്തെ ചിലവാക്കുന്നതിലൊക്കെയും സമ്പത്തുണ്ടാവും, ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് കാരണം, ഇത് നിങ്ങൾക്ക് അനുകൂല വർഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകുന്ന വർഷം തന്നെയാണ് ഇത്. വർഷത്തിൻ്റെ ആരംഭത്തിലൊരു മൗഢ്യതയായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ജനുവരി മാസം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്തോറും പോകെ അങ്ങോട്ട് മാസങ്ങൾ കഴിഞ്ഞ് പോകുന്തോറും നിങ്ങൾക്ക് അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ്. ഇപ്പം വിഷു ഒക്കെ കഴിയുമ്പോൾ കുറച്ച് നല്ലതായിട്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. ഏപ്രിൽ മെയ് ഒക്കെ മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തന്നെ വരും. പിന്നെ വിവാഹം താമസിച്ചവർക്ക് വിവാഹം ഉണ്ടാകും. പ്രണയത്തിലായിരിക്കുന്നവർക്ക് പ്രണയ വിജയങ്ങൾ ഉണ്ടാകും. നല്ല ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സമയമാണ്. വിവാഹം മുടങ്ങിപ്പോയവർക്കൊക്കെ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ശുഭകരവും മംഗളകരമായ തീർത്ഥയാത്രകൾ നിങ്ങൾ നടത്തും. കുടുംബത്തിലെ ഉല്ലാസയാത്രകൾക്ക് നിങ്ങൾ പോകും. കൂടുതലായും തീർത്ഥാടന യാത്രകൾക്കായിരിക്കും നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ. പിന്നെ മംഗളകരമായ കാര്യങ്ങളിലൊക്കെയും പങ്കെടുക്കും, ശുഭകരമായ കാര്യങ്ങളിലൊക്കെയും പങ്കെടുക്കും. ആകെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എല്ലാം ശുഭകരവും സന്തോഷകരവുമായ ഒരു വർഷം തന്നെയാണ് ഈ 2026. പിന്നെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവന് ജലധാര, ഭഗവാന് ജലധാര, അതോടൊപ്പം തന്നെ പഞ്ചരുദ്രാക്ഷ മാലകളൊക്കെ അണിയാവുന്നവർക്ക്, അശുദ്ധിയൊന്നും ഇല്ലാത്തവർക്ക് അണിയുന്നത് നല്ലതാണ്. ശനിയാഴ്ച തോറും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് നല്ലതാണ്. ശിവനെ ആരാധിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച നിങ്ങൾക്ക് അനുകൂലമാണ്. വെള്ളിയാഴ്ച വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് ഭഗവാനൊരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. പരമശിവനെ കൂവളത്തിൻ്റെ ഇല പറിച്ചിട്ട് ഒന്ന് ശിവ ഫോട്ടോയുടെ മുന്നിൽ വെച്ചാലും നല്ലതാണ്. അതേപോലെ പിന്നെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ആ പുണ്യാഹം വാങ്ങി നിങ്ങൾ സേവിക്കുക. അതോടൊപ്പം തന്നെ ഓം നമഃ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. പിന്നെ അതേപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് നിങ്ങൾക്ക് പൂയം പോകുന്നത് നല്ലതാണ്. പൂയ നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പം സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ മംഗളകാര്യങ്ങൾ, അല്ലെങ്കിൽ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക. ഭഗവത് സന്നിധി പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതേപോലെ ഈ ഷഷ്ഠി വ്രതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പം ക്ഷേത്രത്തിൽ തീർച്ചയായും പോകണം, ക്ഷേത്ര ദർശനം നടത്തണം. വന്ന മനപ്രയാസങ്ങളൊന്നും കണക്ക് കൂട്ടണ്ട. ഈ വർഷം നിങ്ങൾക്ക് വെച്ചടി കയറ്റം തന്നെയാണ്. നന്മ തന്നെയാണ്. നിങ്ങൾക്ക് നന്മദായകമായ ശുഭദായകമായ ഒരു വർഷം തന്നെയാണ് 2026. ആരംഭത്തിലൊരു വലിയ രസമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, ഒരു സന്തോഷപ്രദമല്ലായിരിക്കും. പോകെ മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പറയാനുള്ളത് അനിഴ നക്ഷത്രത്തെ പറ്റിയാണ്. അപ്പോൾ അനിഴ നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ
അനിഴ നക്ഷത്രത്തിനും ഈ വർഷം നല്ല സമയം തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ജോലി ലഭിക്കേണ്ട വർഷമാണ്. അപ്പോൾ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന വർഷമാണ്. നിങ്ങൾക്ക് മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഒക്കെയും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിലൊക്കെ മക്കളാണെങ്കിലും വിജയം കണ്ടെത്തും. അതേപോലെ പരീക്ഷയിലൊക്കെ നിങ്ങളുടെ മക്കൾ പങ്കെടുത്തിട്ടുണ്ട്, ആ പരീക്ഷയ്ക്കൊക്കെ നിങ്ങളുടെ മക്കൾ വിജയം കാണും. അതേപോലെ നിങ്ങളുടെ ഭർത്താവിനാണെങ്കിലും അനുകൂലമായി നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കും. അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു സമ്പത്തിൽ, ഒരു തൊഴിലിലും സമ്പത്തിലും ബിസിനസ്സിലും ഒക്കെ ഒരു നേട്ടം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വർഷം തന്നെയാണ് ഈ അനിഴ നക്ഷത്രക്കാർക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനപ്രയാസമായ ഒരു വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനപ്രയാസത്തിൻ്റെ വർഷം നിങ്ങൾക്കും അത് ബാധകമായിരുന്നു. കാരണം പൂയം അനിഴ ഉത്രട്ടാതി ശനിദശയിലാണ് നിങ്ങളുടെ ജന്മദശ എന്ന് പറയുന്നത്. അപ്പം ഈ പൂയത്തിൻ്റെയും അനിഴവും അനിഴവും ഉത്രട്ടാതി ഇത് അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയും. പൂയത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് ഉത്രട്ടാതി അനിഴവും. അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ കണക്റ്റഡ് ആയിരിക്കും ഇതിൻ്റെ ഫലങ്ങളും. അപ്പം അതാണ് അത് മൂന്ന് നക്ഷത്രത്തെ പറ്റി സംസാരിക്കുമ്പോൾ മറ്റേ നക്ഷത്രങ്ങളെ കൂടെ കൂട്ടി പറയുന്നത്. കാരണം ഇതിൻ്റെ അനുരണനങ്ങളൊക്കെ അതിൻ്റെ അവസ്ഥകളൊക്കെയും ഈ നക്ഷത്രങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് അതിൽ 3 നക്ഷത്രങ്ങളും കൂടെ ഇങ്ങനെ ചേർത്ത് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്കും കഴിഞ്ഞ വർഷം വളരെ നിരാശകരവും ദുഃഖവും ഒക്കെ ആയിരുന്നു. ഒരുപാട് സ്ട്രെസ്സിലും സാമ്പത്തിക ഞെരുക്കത്തിലും മനപ്രയാസത്തിലും പിന്നെ ഒത്തിരി കുടുംബ പ്രശ്നങ്ങളും ഒക്കെയും നിങ്ങൾ കടന്നുപോയ ഒരു വർഷമാണ് അനിഴ നക്ഷത്രക്കാർക്ക്. ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ അനുരണനങ്ങൾ തന്നെ നിങ്ങളുടെ ഈ വർഷവും ആ മാസ ആരംഭത്തിലൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ മാസത്തിൽ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാം. അപ്പം എന്തായാലും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞൊരു വർഷം തന്നെയാണ് നിങ്ങൾക്കെന്ന് തന്നെ എനിക്ക് കണിശം പറയാൻ സാധിക്കും. കാരണം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വർഷം. കാരണം ഇപ്പം ഇങ്ങനെ ഞാൻ എന്താ സംസാരിക്കുന്നത് വിചാരിക്കും, പക്ഷെ പോകെ നിങ്ങൾക്ക് നല്ലൊരു സമയത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകും, സന്തോഷവും സമ്പത്തും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. ഗൃഹത്തിൽ സന്തോഷം ഉണ്ടാകും, മക്കളെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് കുടുംബാന്തരീക്ഷം ഊഷ്മളമാകും. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറി ഊഷ്മളത നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്കും യാത്രകൾ, ദൂരയാത്രകൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇഷ്ടജനങ്ങളും ബന്ധുക്കളോടൊപ്പം നിങ്ങൾ ഓണം, വിഷു, ക്രിസ്തുമസ് അങ്ങനെയുള്ള നല്ല നല്ല ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. തീർത്ഥയാത്രകൾ ഉണ്ടാകും, ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ടാകും, പുണ്യസ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കും. അനുകൂലമായ വിവാഹങ്ങൾ വൈകിപ്പോയവർക്കും മുടങ്ങിയവർക്കും അത് അനുകൂലമായിട്ട് വന്നു ചേരും. ഉദ്യോഗം മുടങ്ങിപ്പോയവർക്ക് അത് ലഭിക്കും. പരീക്ഷയിൽ പരാജയപ്പെട്ടവർക്ക് ആ പരീക്ഷയുടെ ഗുണപരമായ ഫലങ്ങൾ കണ്ടെത്തും. തൊഴിൽ സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകും, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു നേട്ടത്തിൻ്റെ വർഷമാണ്. നിങ്ങളും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതലായിട്ടും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യപ്പെട്ട ദിവസങ്ങളാണ് 8-ാം തീയതി, 13-ാം തീയതി, 22-ാം തീയതി, 29 ഇങ്ങനെയുള്ള ദിവസങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ തുടക്കം നിങ്ങൾക്ക് ഈ ഡേറ്റിൽ തുടങ്ങുന്നത് അനുകൂലവും ശുഭവുമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പനെ കൂടുതലായിട്ട് പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന നാമം ജപിക്കുക, ഓം നമോ നാരായണായ എന്ന് ജപിക്കുക, ഭാഗവതം വായിക്കുക, ഗീത ഉണ്ടെങ്കിൽ അത് വായിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഓം നമോ ഭഗവതോ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം കൃഷ്ണായ, ഓം ക്ലിം കൃഷ്ണായ നമ, ഓം ക്ലിം കൃഷ്ണായ നമ എന്ന് ജപിക്കണം. അപ്പോൾ സമ്പത്തിൻ്റെ അവസ്ഥകളും ദുരിതങ്ങളും പണത്തിൻ്റെ സ്രോതസ്സിൻ്റെ കുറവുണ്ടെങ്കിൽ ആ കുറവ് ഭഗവാൻ പരിഹരിച്ചു തരും. ഓം ക്ലിം കൃഷ്ണായ നമ എന്ന് ജപിക്കണം. 11 ഉരു ജപിക്കാം, 108 ഉരു ജപിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അത് രുദ്രാക്ഷമോ അല്ല എന്തെങ്കിലും ജപിക്കുന്ന 108 ഉരു ജപിക്കുന്ന മുത്തുമാലയുണ്ട്, അത് വെച്ച് ജപിക്കുകയാണ് നമുക്ക് തെറ്റാതെ ജപിക്കാം. പക്ഷെ ഒരു കാര്യം, ഏകാഗ്രമായിട്ട് ജപിക്കണം. ഒരു 10 മിനിറ്റാണ് ഭഗവാന് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ഏകാഗ്രമായിട്ട് തന്നെ ചെയ്യണം. പിന്നെ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. രാവിലെ വൈകിട്ട് എപ്പോഴെങ്കിലും കത്തിച്ചാൽ മതി. പക്ഷേ വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കിയിട്ട് വേണം നിലവിളക്കൊക്കെ തേച്ച് എല്ലാം അതിന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ ദിവസം ഒന്ന് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാനെ ഒരു 11 ഉരുവോ 108 ഉരുവോ ജപിക്കൂ. ഓം ക്ലിം കൃഷ്ണായ നമ, അല്ല ഓം നമ ഭഗവത വാസുദേവ, ഇങ്ങനെ. അപ്പോൾ അതേപോലെ ഭഗവാൻ പ്രീതികരമായ കാര്യങ്ങൾ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ശനിദോഷ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിച്ചുകൊണ്ട് ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ കറുത്ത വസ്ത്രവും അണിഞ്ഞ് ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ ശാസ്താവിന് നിങ്ങൾ നീരാഞ്ജനം കൊടുക്കുന്നതും വളരെ നല്ലതാണ്. എള്ളുകിഴി
അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുഗ്രഹമായ സന്തോഷകരമായ ശുഭകരമായ ഒരു വർഷം തന്നെയാണ് ഈ 2026 ജനുവരി മുതൽ. അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. അടുത്തത് പറയാനുള്ള ഉത്രട്ടാതി നക്ഷത്രമാണ്. അവർക്ക് ബഹുക്ഷേമമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 3 നക്ഷത്രം അനുജന്മ നക്ഷത്രങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ മുൻപ്. പക്ഷെ അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ വർഷം അവർക്ക്. കാരണം ജനുവരി 20 മുതൽ ശനി ഈ ഗ്രഹത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഉത്രട്ടാതി എന്ന ഗ്രഹത്തോടൊപ്പം ജനുവരി 20 മുതൽ ശനി സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അനുകൂലവും ഭാഗ്യദായകവുമായ വർഷമാണിത്. നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിനും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു ശമനവും ശാന്തിയും നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് മനപ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെയും കടന്നു പോകുന്നൊരു നക്ഷത്രം തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. കയറി ഇറങ്ങി ഒരുപാട് ഇങ്ങനെ ഈ തട്ടിയും തടഞ്ഞും കൊണ്ടും കൊടുത്തും വെട്ടിയും എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രെസ്സിലും മനപ്രയാസത്തിലും കലഹപരമായ അന്തരീക്ഷത്തിലും ഒക്കെയും കടന്നു പോകുന്നൊരു നക്ഷത്രമാണ്. അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവരെന്തൊക്കെ അനുഭവിച്ചെന്ന്. ഒന്നും നിരത്തി വെക്കാൻ പോലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പോയ കാര്യങ്ങൾ ചോദിച്ചാൽ അവർ ഓർത്തിരിക്കാൻ പോലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഓർമ്മകളായിരിക്കും അവർക്കുള്ളത് കഴിഞ്ഞ കാലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തിനൊക്കെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് 2026 ജനുവരി 20 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. കാരണം ശനി ഭഗവാൻ നിങ്ങളുടെ ഗ്രഹത്തിൽ, നിങ്ങളുടെ ജന്മദശയാണ് ശനിദശ. ആ ശനി ഭഗവാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ് ജനുവരി 20 മുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷമാണ്. അപ്പം മുടങ്ങിയ വിവാഹ ആലോചനകൾ നടക്കും. വിവാഹം വൈകിയവർക്ക് വിവാഹം നടക്കും. അതേപോലെ തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും. ഗൃഹത്തിൽ സന്തോഷം ഉണ്ടാകും. ഭാര്യ ഭർത്താവ് ബന്ധം ഊഷ്മളമാകും. മക്കളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകും. ദമ്പതികൾക്ക് മുടങ്ങിപ്പോയ ദാമ്പത്യങ്ങളൊക്കെ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുടങ്ങിയ ഒരു ദാമ്പത്യം മുടങ്ങിപ്പോയാലേ വിവാഹ ബന്ധം വേർപെടാൻ പോകുന്നു എന്നുള്ള അവസ്ഥ നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ ഒരു വർഷമായിട്ട് തന്നെ ഇത് ചിലപ്പം ജീവിതം തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കൾ പിരിഞ്ഞു പോയവർക്ക് അത് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം തിരികെ പോയതൊക്കെ തിരികെ ലഭിക്കാനുള്ളൊരു വർഷം തന്നെയാണ്. ജോലി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച ജോലിക്ക് വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വിളിയുണ്ടാകും. അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തു നിന്നൊരു ജോലിക്കുള്ള പുതിയ അവസരങ്ങളുണ്ടാകും. അതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവർക്ക് അവർക്കും അനുകൂലമായ സമയമാണ് ജോലി ലഭിക്കുവാൻ. അയ്യോ എനിക്ക് ജോലി കിട്ടത്തില്ല, ഇതും നിരാശയിലാണോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ വർഷം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ഒരു നല്ല വർഷം തന്നെയാണ് നിങ്ങൾക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു മുൻവിധി കാണരുത്. നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുമ്പോൾ. പക്ഷേ ഒരു കാര്യം, ഈ ശനിദശയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ വീഴ്ച, ഈ ഓരോ തട്ടൽ മുട്ടൽ വീഴ്ച, അതുപോലെ ഓരോ രോഗകാരണങ്ങൾ, ഒത്തിരി വലിയ രോഗമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു അലട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ടാകും. കാരണം ശനിദശയിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതീവ ശ്രദ്ധ വേണ്ട ഒരു വർഷമാണിത്. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിവാഹം വൈകിയവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, വിവാഹം മുടങ്ങിപ്പോയവർക്കും വിവാഹം വൈകിയവർക്കൊക്കെ അനുകൂല സമയമാണ്. തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ പുരോഗതി ഉണ്ടാകും. ഒരു ചിട്ടിയിലൊക്കെ പണം നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ ലോട്ടറി എടുക്കുക. അതേപോലെ ഈ ഭാഗ്യങ്ങളായ ഒരു കാര്യങ്ങളൊക്കെ പയ്യ സമയത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു ചിട്ടിയിൽ പണം നിക്ഷേപിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ തുകയായാലും മതി. എങ്ങനെയായാലും നിങ്ങൾക്കൊരു ഒരു സമ്പാദ്യശീലത്തിലേക്കൊക്കെ ഈ സമയത്ത് മാറുന്നത് നല്ലതാണ്. ഒരു ഗൃഹപ്രവേശനം നടത്തുന്നത് നല്ലതാണ്. അതിലൊരു ഭൂമി വാങ്ങാൻ നിങ്ങൾക്ക് അനുകൂല സമയമാണ്. വീട് വയ്ക്കുവാൻ അനുകൂല സമയമാണ്. എല്ലാം കൊണ്ടും ഏതൊരു മംഗളവും ശുഭകരവുമായ ഏത് പ്രവൃത്തിക്കും നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ്. മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അങ്ങനെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് നിരാശ നിങ്ങളെ അലട്ടുന്നത്, അതിനൊക്കെ നിങ്ങൾക്കൊരു പരിഹാരമാർഗം ഈ വർഷം ഉണ്ടാകും. അപ്പം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കും. വ്യവസായം മുടങ്ങിയവർക്ക് വ്യവസായം ഉണ്ടാകും. എന്തെങ്കിലും തട്ടുകേടിൽ ഇപ്പം മനപ്രയാസപ്പെട്ട് അയ്യോ ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്തിരിക്കുന്നവർക്ക് അതിനൊരു മാറ്റം ഉണ്ടാകും. അങ്ങനെ തൊഴിലിലും ദാമ്പത്യത്തിലും കുടുംബ അന്തരീക്ഷത്തിലും ഒക്കെ നിങ്ങൾക്ക് ഐശ്വര്യപ്രദവും പുരോഗമനപരമായ ഒരു വർഷം തന്നെയാണ് 2026. നന്മയും അനുഗ്രഹവും വളരെയേറെ തരുന്നൊരു നക്ഷത്രം ഈ വർഷം നിങ്ങൾക്ക് ഈ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. അപ്പം ഗൃഹത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിഷു, ക്രിസ്മസ്, ഓണം അങ്ങനത്തെ നല്ല നല്ല ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ അംഗങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. പുതിയ പുതിയ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വർഷമാണ്. അപ്പോൾ അതുപോലെ ഓരോ കൈനീട്ടങ്ങൾ, സമ്മാനങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് രാജയോഗം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഈ വർഷം 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രാജയോഗം ഉണ്ടാകുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ശനി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ആ രാജയോഗം നിങ്ങൾ നേടുവാനായിട്ട്, അനുഗ്രഹമാമണ്ണം ആകുവാനായിട്ട് നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയോടിരിക്കുക. നിങ്ങൾക്ക് വിഷ്ണു പ്രീതികരങ്ങളായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക.
മഹാവിഷ്ണുവിനെ ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന് ജപിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. നാരായണീയം ജപിക്കുക. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം. വീട്ടിൽ തീർച്ചയായിട്ടും നെയ്വിളക്ക് വ്യാഴാഴ്ച തോറും നിങ്ങൾ കത്തിക്കണം. 5 തിരിയിട്ട് കത്തിക്കണം വിളക്ക്. 5 തിരിയിട്ടുള്ള വിളക്കായിരിക്കണം കത്തിക്കേണ്ടത്. ഒരു നേരം കത്തിച്ചാൽ മതി, പക്ഷേ 5 തിരിയിട്ടായിരിക്കണം. എന്നിട്ട് ആ നിലവിളക്കൻ്റെ മുൻപിലിരുന്ന് ഓം നമോ ഭഗവതോ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ക്ലിം കൃഷ്ണായ നമ വാസുദേവായ എന്ന് ജപിക്കുക. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവും എല്ലാം നിങ്ങളത് ശ്രദ്ധിച്ച് ക്ഷമയോടെ ഏകാഗ്ര ചിത്തതയോടും നിങ്ങൾ ചെയ്തു നോക്കും. നിങ്ങൾക്ക് ഫലം ഇരട്ടിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അതുകൊണ്ട് നല്ലൊരു വർഷം തന്നെയാണ് പൂയം, അനിഴം, ഉത്രട്ടാതിക്കാർക്ക് ഈ വർഷം. അതുകൊണ്ട് എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും എല്ലാ സമ്പൽ സമൃദ്ധിയും ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ആയില്യം കേട്ട രേവതി, ആയില്യം തൃക്കേട്ട രേവതി, ഈ 3 നക്ഷത്രവുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.